ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയെന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേ ബി മനസ്സിലായതാണ്. ആഹ് അബി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ വിഷ്ണുവിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അന്ന് ഇവൻ കാരണം ഞാനും വിഷ്ണുവിടെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു. പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങളും ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഹായ്. അപ്പോൾ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എടാ പഴയ മറ്റേ ആക്രിസാനം കൊടുക്കാൻ എനിക്ക് നാണും മാനമൊന്നുമില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, അനാവശ്യ വാക്കുകൾ, ബാഡ് വാക്കുകളും വീഡിയോയിൽ പറയാൻ പറ്റാത്ത വാക്കുകളും കാര്യങ്ങളൊക്കെ കമൻറ്റും പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ ഒന്നുള്ളൂ, ഞാൻ അവളെ അത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. കാരണം എനിക്ക് ഓളിനാണ് തെറ്റില്ല. പിന്നെ അതിൽ തന്നെ എന്ത് തെറ്റില്ലേ, എന്ത് തെറ്റെന്നല്ല, അവൾ എന്ത് ചെയ്താൽ ഞാൻ അവളിപ്പം നിൽക്കും. അങ്ങനെയാണ്. കാരണം സ്നേഹത്തിൻ്റെ വില സ്നേഹിച്ചായിരിക്കും മനസ്സിലാവുള്ളൂ അല്ലേ. അത് തീർച്ചയായിട്ടും എന്താ പറയാമോ. എന്തെങ്കിലും അവൾ എൻ്റെ ഒപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ അവൾക്ക് തോന്നി. എന്നെ വേണ്ടത് അറിയാമല്ലോ, വേണ്ടത് പറഞ്ഞുണ്ടാക്കാൻ ഇപ്പോൾ ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവളുടെ അങ്ങനെ പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളത് വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് ഇതായിരുന്നുള്ളൂ. പക്ഷേ അവനൊക്കെ വിശ്വസിക്കണമെന്ന് എന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ.